ഏപ്രിൽ മാസത്തിലെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട തിങ്കളാഴ്ച മുതൽ ഈ ആഴ്ച മുഴുവനും ജീസസ് എവരിഡേ ശ്രദ്ധിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൽ ബലപ്പെടാൻ എല്ലാ പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് ധാരാളമായിട്ട് സഹായിക്കും. ഞാനത് വിശ്വസിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന പലരും ദൈവിക നിയോഗത്തലാ വരുന്നത് എന്നുള്ള സത്യം നിങ്ങൾ അറിയണം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. ഇത് യേശു കർത്താവിൻ്റെ സുവിശേഷമെന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. ഇതൊരു പ്രസംഗമല്ല, ഇത് സ്വർഗീയ പിതാവിൻ്റെ സന്ദേശങ്ങളാണ്. ആ ഒരു വിശ്വാസത്തോടെ കേട്ട വചനം ഉപകാരമാക്കി മാറ്റാൻ എല്ലാവർക്കും കർത്താവ് കൃപ തരട്ടെ. നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നു. രണ്ട്, നമ്മൾ പ്രവർത്തിക്കാതെ ചിന്തിച്ചു മാത്രം ഇരിക്കുന്നു. ചിന്തകളും പ്രവർത്തികളും ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയും. ചിന്തിക്കാതെ പ്രവർത്തിച്ചാലും അപകടമാണ്. ചിന്തിച്ചുകൊണ്ട് മാത്രം പ്രവർത്തിക്കാതെ ഇരുന്നാലും അതുകൊണ്ട് പ്രയോജനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കിട്ടുന്ന സമയമാണ് ജീസസ് എവരിഡേ. നമ്മെ ധൈര്യപ്പെടുത്തുന്ന കാര്യങ്ങൾ, നമ്മെ ഉറപ്പിക്കുന്ന കാര്യങ്ങൾ, ചിന്തകളിലാണ് നമുക്ക് കൂടുതൽ ഒരു ചിത്രം, നമ്മുടെ മുന്നോട്ടുള്ള മണിക്കൂറുകളെക്കുറിച്ചുള്ള ചിത്രങ്ങൾ കിട്ടുന്നത്. അതായത് പ്ലാൻ ചെയ്യാൻ പരാജയപ്പെടുന്നവൻ പരാജയപ്പെടാൻ പ്ലാൻ ചെയ്യുന്നു എന്ന് ഇംഗ്ലീഷിൽ ഒരു പഴമൊഴി ഉള്ളതുപോലെ നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മുടെ മനസ്സിൽ ഒരു പ്ലാനിങ് നടത്തുന്നതാണ് അടുത്ത 23 മണിക്കൂർ നമ്മൾ ആരാണ്, എന്തായി തീരാൻ പോകുന്നു, എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ആകെത്തുക. അതുകൊണ്ട് ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് കേവലം മൃഗങ്ങളെ പോലെ ചിന്തിക്കാതെ സാധാരണമായിട്ട് ജീവിക്കരുത്. വ്യത്യസ്തമായി ഒരു വർഷത്തിൻ്റെ എല്ലാ ദിവസവും വ്യത്യസ്തമായിരിക്കുവാൻ, നാം വ്യത്യസ്തമായി ചിന്തിക്കാൻ നമ്മെ പരിശുദ്ധാത്മാവിൻ്റെ ഉപകരണമായി ഏൽപ്പിച്ചു കൊടുക്കണം. നല്ല ചിന്തകൾ കർത്താവ് നമുക്ക് തരും. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുതെന്നാണ്. അത് നാളെക്കുറിച്ചുള്ള ഭാരങ്ങളാണ്. എന്നാൽ നമുക്ക് വിശ്വസിക്കാമല്ലോ, ഇന്ന് അത്ഭുതങ്ങൾ നടക്കും, ഇന്ന് വിടുതലുകൾ നടക്കും. അങ്ങനെ നമുക്ക് വലിയ വിശ്വാസത്തിൻ്റെ ഉടമസ്ഥരായിട്ട് മാറാൻ കഴിയും. അതുകൊണ്ട് ചിന്തകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ പ്രവൃത്തികളും ചിന്തകളും ഒരുപോലെ ബാലൻസ് ചെയ്യാൻ നാം പഠിക്കുമെങ്കിൽ ഇന്നു മുതൽ നമുക്കൊരു വലിയ ജയമുണ്ടാകും. എല്ലാ ദിവസത്തെ ഒരു പ്രോഗ്രാം നമ്മൾ ദിവസവും ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. 1, 2, 3, 4 ഇന്ന് ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തിരിക്കും. രാത്രിയാകുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം ചെയ്ത് ടിക്കിടുക. ചെയ്യാത്തത് അടുത്ത ദിവസത്തേക്ക് എഴുതുവാൻ, അടുത്ത ദിവസത്തെ ഡേറ്റ് ഇട്ട് എഴുതി വെക്കാൻ, രാവിലെ എഴുന്നേറ്റ് അത് പ്രാർത്ഥിച്ച് ചെയ്യാൻ പരിശീലിക്കുമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനോഹരമായി ചെയ്തെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ കേവലം മൃഗങ്ങളെ പോലെ ചെയ്തത് തന്നെ. പശു രാവിലെ എഴുന്നേൽക്കുന്നു, പുല്ല് തിന്നുന്നു, വെള്ളം കുടിക്കുന്നു, അയവിറക്കുന്നു, ഉറങ്ങുന്നു. ഇതല്ലാതെ പ്രത്യേകിച്ച് 6000 വർഷമായിട്ട് പുതിയ പ്രോഗ്രാമൊന്നും ഒരു ജീവികൾക്കും ഇല്ല. എന്നാൽ മനുഷ്യന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കർത്താവ് കൃപ തന്നിട്ടുണ്ട്. അതിനുള്ള കൃപ ലഭിച്ചവരാണ് നാം. ആ കർത്താവിൽ ബലപ്പെടാം. നമുക്ക് ഈ നല്ല ആശയങ്ങളും ആലോചനകളും തരുന്ന യേശുവിനെ പാടി നമുക്ക് ആരാധിക്കാം. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പാപങ്ങളാകെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളകിലവും നീക്കിടുന്നു. പാപങ്ങളാകെ ക്ഷമിച്ചിടുന്നു, രോഗങ്ങളകിലവും നീക്കിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം, അവൻ
അവനല്ലോ ജീവനെ നൽകിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. ഇടയനെ പോൽ നമ്മെ തേടി വന്നു, പാപക്കുഴിയിൽ നിന്നേറ്റിയവൻ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തം രക്തം നമുക്കേകിയതാ. സ്വന്തമാക്കി നമ്മെ തീർത്തിടുവാൻ സ്വന്തം രക്തം നമുക്കേകിയതാ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. അമ്മയെപ്പോൾ നമ്മെ ഓമനിച്ചു, അപകടവേളയിൽ പാലിച്ചവൻ. ആഹാരപാനീയമേകിയവൻ, നിത്യമാം ജീവനെ നൽകിടുന്നു. ആഹാരപാനീയമേകിയവൻ, നിത്യമാം ജീവനെ നൽകിടുന്നു. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിയവൻ. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. കൂടുകളെ കൂടെ കൂടിളക്കി പറക്കുവാനായി നമ്മെ ശീലിപ്പിച്ചു. ചിറകുകൾ അതിന്മേൽ വായിച്ചു നമ്മെ, നീലം പരിചായി നാം നശിച്ചിടാതെ. ചിറകുകൾ അതിന്മേൽ വായിച്ചു നമ്മെ, നീലം പരിചായി നാം നശിച്ചിടാതെ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിൽ ആദരവായി. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിൽ ആദരവായി. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിൽ ആദരവായി. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിൽ ആദരവായി. ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷയിൻ പാറ. 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 അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ 3 വാക്യങ്ങൾ നമ്മൾ പറഞ്ഞു. 4-ാമത്തെ വാക്യത്തിലേക്കാണ് നമ്മൾ വരുന്നത്. പെന്തക്കോസ്ത് നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ വലിയ കാറ്റടിച്ചതും വലിയ മുഴക്കമുണ്ടായതും ആണ് നമ്മൾ ചിന്തിച്ചത്. അഗ്നിജ്വാല പോലെ പിളർന്ന നാവുകൾ എല്ലാവർക്കും ഓരോരുത്തർക്കും പ്രത്യക്ഷമായി. അതുവരെയും നമ്മൾ ചിന്തിച്ചു. എല്ലാവരുടെ മേലും ആ തീനാളം പതിഞ്ഞതുവരെ നമ്മൾ ചിന്തിച്ചു. 4-ാം വാക്യം, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ, അതിൻ്റെ അർത്ഥം ആത്മാവ് എല്ലാവർക്കും ഒരു ഭാഷയല്ല കൊടുത്തത്. 120 പേർക്കും 120 തരത്തിൽ സംസാരിക്കാനുള്ള കൃപ ദൈവം കൊടുത്തു. ദൈവം ഭാഷകളുടെ ദൈവമാണ്. ദൈവത്തിന് പുതിയ ഭാഷകൾ ഇന്നും ഉണ്ടാക്കാൻ കഴിയും. ഇത് ശ്രദ്ധിക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, ദൈവം
പരിമിതികളില്ലാത്തവനാണ്. ഭാഷയുടെ പ്രശ്നത്തിൽ എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ചിന്തിച്ച് നിങ്ങൾ പരിചയമില്ലാത്ത രാജ്യത്ത് പരിചയമില്ലാത്ത ഭാഷയോട് പൊരുത്തപ്പെടാൻ കിടന്ന് ശ്രമിക്കുന്ന, ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലോ കർണാടകയിലോ ആന്ധ്രാപ്രദേശിലോ തമിഴ്നാട്ടിലോ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലോ സ്പെയിനിലോ മലയാളികളായ നിങ്ങൾ എവിടെയെങ്കിലും ചെന്ന് ഭാഷയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ഭാഷകളെ ഉണ്ടാക്കിയ കർത്താവ് ഒരു സെക്കൻഡ് കൊണ്ട് പരിശുദ്ധാത്മാവിൽ പുതിയ ഭാഷ കൊടുത്ത ചരിത്രം ബൈബിളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി നിങ്ങൾ വിശ്വസിച്ച്, കർത്താവെ എനിക്കും ഈ ഭാഷ പഠിക്കാനുള്ള കൃപ നൽകണേ എന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് അതിനുള്ള വഴികൾ തുറന്ന് 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 തരാനിടയായിത്തീരും. അപ്പോൾ ഇന്ന് നമ്മൾ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്ന ആ ഭാഗത്തേക്കാണ് വരുന്നത്. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഒന്നാമത് നമ്മൾ അറിയേണ്ടത്, എല്ലാവരും വാഗ്ദത്തത്തിൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവാണ്, യേശുവിൻ്റെ ആത്മാവെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ത്രിയേക ദൈവത്തിൽ മൂന്നാമനാണ്. യേശു പറഞ്ഞു, എന്നെപ്പോലൊരു കാര്യസ്ഥനെന്ന് പറഞ്ഞു. വളരെയധികം പ്രാധാന്യം പരിശുദ്ധാത്മാവിന് ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. പരിശുദ്ധാത്മാവിനെ കൂടാതെ നമുക്കൊരു പരിപാടിയും നടക്കില്ല. പാഴ്ശൂന്യമായ ഭൂമി മനോഹരമാക്കാൻ പരിശുദ്ധാത്മാവാണ് വെള്ളത്തിൻ്റെ മീതെ, ആഴത്തിൻ്റെ മീതെ, ഇരുട്ടിൻ്റെ മുകളിൽ, ശൂന്യതയിൽ, ഇല്ലായ്മകളിൽ പരിവർത്തിച്ചത്. സകലത്തെ ഉളവാക്കാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിലാണ് കാര്യങ്ങൾ ചെയ്തത്. പരിശുദ്ധാത്മാവ് എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ എന്തൊക്കെയോ ഉണ്ടായി വരാൻ പോകുകയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണോ? എന്തൊക്കെയോ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്നുള്ളതിൻ്റെ ഒരടയാളമാണ്. അതായത് എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു എന്ന് പറയുമ്പോൾ എല്ലാവരും വാഗ്ദത്തങ്ങളിൽ നിറഞ്ഞു. വാഗ്ദത്തം നിങ്ങൾക്കും ദൂരസ്ഥരായ ഏവർക്കും ദൈവം വിളിച്ചു വരുത്തുന്ന എല്ലാവർക്കും ഉള്ളതാണ്. വാഗ്ദത്തം എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാവർക്കും ദൈവം വാഗ്ദത്തം തരും. ഇന്ന് വാഗ്ദത്തം കേട്ടവരുണ്ടോ? യേശുവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് പ്രവാചകന്മാരിലൂടെ, സ്വപ്നത്തിലൂടെ, ദർശനത്തിലൂടെ, പ്രസംഗങ്ങളിലൂടെ വാഗ്ദത്തങ്ങൾ കേട്ടവരുണ്ടോ? നിങ്ങൾ അറിയണം, എല്ലാ വാഗ്ദത്തങ്ങളും പരിശുദ്ധാത്മാവിലാണ് സംഭവിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാണ് ഈ ബൈബിളിലെ വാഗ്ദത്തങ്ങൾ എഴുതിയത് പോലും. അതിൻ്റെ അർത്ഥം വാഗ്ദത്തങ്ങളൊന്നും മനുഷ്യൻ്റേതല്ല, എല്ലാം പരിശുദ്ധാത്മാവിൻ്റേതാണ്. വാഗ്ദത്തങ്ങളെ നിവർത്തിയാക്കുന്ന പരിശുദ്ധ ആത്മാവ് ഈ 120 പേരുടെ മേലും വന്നു. അതിൻ്റെ അർത്ഥം വാഗ്ദത്തങ്ങൾ ഒരിക്കലും ഒരാൾക്ക് പോലും നഷ്ടപ്പെടില്ല, എല്ലാവർക്കും സ്വന്തമാകും. നിങ്ങളോട് കർത്താവ് പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും നിങ്ങൾക്കുള്ളതാണ്. അത് വരും, നിശ്ചയം, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നാണ് ഹബക്കൂക്ക് 2:2 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. അതിനൊരു അവധി വെച്ചിട്ടുണ്ട്. അതതിൻ്റെ പൂർണ്ണതയിലേക്ക് വരികയാണ്. സമയം തെറ്റുകയില്ല. നമ്മോടുള്ള വാഗ്ദത്തങ്ങൾ നമ്മൾ കാത്തിരിക്കുകയാണ്. ആ വാഗ്ദത്തങ്ങളെല്ലാം അതതിൻ്റെ സമയത്ത് ദൈവം ഭംഗിയായി ചെയ്യും. ഒരിക്കലും വാഗ്ദത്തം മാറിപ്പോകില്ല. എന്നോട് ചേർന്ന് പറയാമോ? ഒരിക്കലും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ മാറിപ്പോകില്ല. ഈ കാര്യം എപ്പോഴും നമ്മൾ പറയണം. പരിശുദ്ധാത്മാവ് സകല വാഗ്ദത്തത്തിൻ്റെയും പുറകിൽ പ്രവർത്തിക്കുന്ന ആത്മാവാണ്. എന്തെല്ലാം ഭൗതിക വാഗ്ദത്തമുണ്ടോ, എന്തെല്ലാം നിത്യതയുടെ വാഗ്ദത്തമുണ്ടോ, മരണത്തിന് മുൻപും മരണത്തിന് ശേഷവുമുള്ള വാഗ്ദത്തങ്ങളെ എല്ലാം പരിശുദ്ധാത്മാവിൽ ആണ് നമുക്ക് ലഭിച്ചത്. ആ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം 120 പേരുടെ മേൽ വന്ന്, ഇന്ന് നിർഭാഗ്യമെന്ന് പറഞ്ഞാൽ സഭകളിൽ വരുന്ന ഒരു നല്ല ശതമാനം ആൾക്കാർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നില്ല. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പൂർണ്ണ സഹിഷ്ണുത വേണമെന്നാണ്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പലരും പ്രാപിക്കാത്തത്?
അതിനുള്ളൊരു വിശപ്പും ദാഹവുമില്ല. വാസ്തവത്തിൽ ഒരു വിശപ്പാണ്, അല്ലെങ്കിൽ ഒരു വലിയ ദാഹമാണ്. നമുക്ക് വലിയ വിശപ്പുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ എല്ലാ പരിപാടിയും മാറ്റിവെച്ചിട്ട് കഴിച്ചിട്ടേ അടുത്ത പരിപാടിയുള്ളൂ. വിശപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ കഴിക്കാനുള്ളത് കണ്ടെത്തും. ദാഹം വന്നാൽ നമ്മൾ കുടിക്കാൻ വേണ്ടി ബന്ധപ്പെടുന്നത് ഭയങ്കരമാണ്. അതുകൊണ്ട് എല്ലാ വഴികളുടെയും ഇരുവശത്തും ഒന്നുകിൽ കുടിക്കാനുള്ളത് അല്ലെങ്കിൽ കഴിക്കാനുള്ളത് ധാരാളമായിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞാലാണ് ഉടുക്കാനുള്ളതെല്ലാം വരുന്നത്. എന്ത് തിന്നും, എന്ത് കുടിക്കും, മൂന്നാമതാണ് എന്തുടുക്കും. ഈ വിചാരങ്ങൾ ഒന്നാമത്തേതായി എന്ത് തിന്നും, എന്ത് കുടിക്കും. അപ്പോൾ നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്നതാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമാണ്. ഇതുപോലെ നമ്മുടെ ആത്മാവിൻ്റെ ആവശ്യമാണ് വചനവും പരിശുദ്ധാത്മാവും. ശരീരം ആവശ്യപ്പെടുന്നതെല്ലാം നമ്മൾ ശരീരത്തിന് കൊടുക്കുന്നില്ലേ? ഇതുപോലെ വീണ്ടും ജനിച്ച നാം ഒരു ആത്മാവാണ്. നമ്മുടെ ആത്മാവിൻ്റെ ആവശ്യബോധമാണ് ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനും കൃപാവരങ്ങൾ പ്രാപിക്കാനും ഒക്കെ നമ്മൾ ഓടി നടക്കുന്നൊരു പ്രാർത്ഥനയുണ്ടെങ്കിൽ അതിൽ പോയി ഇരിക്കുന്നത്, ഉപവാസത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുന്നതെല്ലാം നമ്മുടെ അകത്ത് ഒരാത്മിക വിശപ്പും ഒരാത്മിക ദാഹവും വരുമ്പോഴാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു ദാഹവും വിശപ്പും ഉണ്ടാകണം. യോഹന്നാന്റെ സുവിശേഷം 7 അതിൻ്റെ 37-38 വായിക്കുമ്പോൾ, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ. അതിൻ്റെ അർത്ഥം ദാഹിക്കാത്തവർ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പ്രയോജനമില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടാലും കൃപാവരങ്ങളെ കുറിച്ച് കേട്ടാലും നിങ്ങൾ കോട്ടുമായിട്ട് കൊണ്ടുവരും. ഇതൊക്കെ കുറെ കേട്ടതാണെന്നും പറഞ്ഞ് അവിടെ ഇരിക്കും. ദാഹമില്ലാത്തവർക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടിട്ട് വലിയ പ്രയോജനമില്ല. എന്നാൽ ദാഹമുള്ള വ്യക്തിക്ക് അത് പ്രാപിക്കുവാൻ ഇന്ത്യയിൽ സ്ഥലമില്ലെങ്കിൽ വിദേശത്ത് എവിടെയും ഉണ്ടെങ്കിൽ അവിടെ പോകും. വളരെയധികം വിശപ്പും ദാഹവും, ആത്മീക വിശപ്പും ആത്മീക ദാഹവും നമ്മെ ശക്തരാക്കും. ബൈബിൾ വായിക്കുമ്പോഴാണ് ആത്മീക വിശപ്പും ആത്മീക ദാഹവും ഉണ്ടാകുന്നത്. അപ്പം എല്ലാവരും വാഗ്ദത്തത്തിൽ നിറഞ്ഞു. അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് എല്ലാവരെയും വാഗ്ദത്തങ്ങൾ കൊണ്ട് നിറയ്ക്കും. 2, വാഗ്ദത്തം ഒരു ഓവർഫ്ലോയാണ്. ഒരു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കവിഞ്ഞെന്നാണ്. അതാണ് എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന്. മർക്കോസ് 16:17 പറയുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് എവിടെയാണ് ചലിക്കുന്നത്? വിശ്വസിക്കുമ്പോഴാണ്. വിശ്വസിക്കാത്തത്, യേശുവിനെ വിശ്വസിക്കാത്ത ആർക്കും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കഴിയില്ല. യേശുവിൽ വിശ്വസിക്കുമ്പോൾ, യേശുവിൻ്റെ വചനം കേൾക്കുമ്പോൾ തന്നെ കൊർന്നല്യോസിൻ്റെ വീട്ടിലുള്ള എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയുന്നതാണ് നമ്മൾ കാണുന്നത്. മർക്കോസ് 16:17 മുതൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പുതുഭാഷകളിൽ സംസാരിക്കുക. എല്ലാവരും ആത്മാവിൽ നിറഞ്ഞു. ആര്? വിശ്വസിക്കുന്നവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി 1:8 ഭൂമിയുടെ അറ്റത്തോളം ശുശ്രൂഷകൾ ചെയ്യണമെന്ന് യേശു പറഞ്ഞു. ഉയരത്തിലെ ഈ ശക്തി നിങ്ങൾ പ്രാപിച്ചിട്ട് ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷികളാകണം. ഒരു വലിയ ശുശ്രൂഷ ചെയ്യണം. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പരിധികളെല്ലാം മാറുകയാണ്. 1, നിങ്ങൾ നിറയണം. 2, നിങ്ങൾ പറയണം. അവിടെ നമ്മൾ വായിച്ചത് അതാണ്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു. അപ്പോൾ അവർ നിറഞ്ഞു. അടുത്തത് അവർ പറഞ്ഞു. നിറയണം, പറയണം. പരിശുദ്ധാത്മാവിൽ നിറയണം, വാ കൊണ്ട് പറയണം. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വാ സംസാരിക്കുന്നത്. നാം നിറയണം. എന്തുകൊണ്ടാണ് നമുക്ക് വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ കഴിയാത്തത്?
നമ്മുടെ വീടുകളിൽ പറയുന്നത് നെഗറ്റീവാണെങ്കിൽ അതിൻ്റെ കാരണം നമ്മൾ നിറഞ്ഞവരല്ല, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും പാടണം. എന്തുകൊണ്ടാണ് അത് കഴിയാത്തത്? ആത്മാവിൽ നിറഞ്ഞിട്ടില്ല. ആത്മാവിൽ നിറയണം, ആത്മാവിൽ പറയണം. ഈ രണ്ട് കാര്യം ഇന്ന് പകലിൽ നാം പരിശീലിക്കണം. ഒന്ന്, ആത്മാവിൽ നിറയണം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ആത്മാവിൽ നിറയണം. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതും ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നതും ഒക്കെ ആത്മാവിൽ നിറവിനെ വർദ്ധിപ്പിക്കും. ഒന്ന്, ആത്മാവിൽ നിറയണം. ആത്മാവിൽ നിറയുവാൻ ചില നിമിഷങ്ങൾ എടുത്തെങ്കിൽ ആത്മാവിൽ പറയുവാൻ നമ്മൾ ഉറങ്ങും വരെ ആത്മാവിൽ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആത്മാവിൽ പറയണം. എന്താണ്? വിശ്വാസം, പ്രത്യാശ, ധൈര്യം, യേശു ക്രിസ്തുവിലുള്ള ജീവിതം. എൻ്റെ ദൈവം എൻ്റെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആത്മാവിൽ നിറഞ്ഞവർക്ക് ആത്മാവിൽ പറയാൻ കഴിയും. ആത്മാവിൻ്റെ വചനം പറയാൻ കഴിയും, സുവിശേഷം പറയാൻ കഴിയും. തൊട്ടടുത്തിരിക്കുന്ന ഒരാളോട് യേശുവിനെ കുറിച്ച് പറയണമെങ്കിൽ ആത്മാവിൽ നിറഞ്ഞവർക്കേ പറയാൻ കഴിയും. ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കടന്നു വരും. ആത്മാവിൽ നിറയണം, ആത്മാവിൽ പറയണം. ഈ സത്യത്തിൽ നമുക്ക് ഉറച്ച് ബലപ്പെടാം, പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഞങ്ങളുടെ മേൽ പകരുന്ന ഈ അഭിഷേകത്തെ ഓരോ ദിവസവും ബലപ്പെടുത്തി അഭിഷേകത്തിൻ്റെ മുകളിൽ അഭിഷേകമുള്ളവരായി, കൃപമേൽ കൃപയുള്ളവരായി വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ ഓരോരുത്തരെ സഹായിക്കണം. ഇത് കേൾക്കുന്ന ഓരോ കുടുംബങ്ങളിൽ എല്ലാവരും അഭിഷേകത്താൽ നിറയട്ടെ. ഇത് കേൾക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെ ചർച്ചുകൾ അഭിഷേകത്താൽ നിറയട്ടെ. എല്ലാ വ്യക്തികളും അഭിഷേകത്താൽ നിറയട്ടെ. സൗഖ്യങ്ങൾ പരിശുദ്ധാത്മാഭിഷേകത്തിലൂടെ നടക്കട്ടെ. വിടുതലുകൾ നടക്കട്ടെ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച അന്ന് തന്നെ വലിയ ശാപങ്ങൾ വിട്ടുമാറിയതും ജനങ്ങൾ വളരെയധികം അഭിവൃദ്ധിയിൽ വന്നതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഇന്ന് യേശുവിൻ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു പുതിയ തുടക്കത്തിനായി, ജയത്തിൻ്റെ തുടക്കത്തിനായി എല്ലാവരും അങ്ങ് ശക്തീകരിക്കണം, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ചെയ്യും. എല്ലാവരുടെയും അവകാശമാണ് പരിശുദ്ധാത്മാവ്, എല്ലാവർക്കും ഉള്ളതാണ്. ആ പരിശുദ്ധാത്മാവിൽ നിറയണം. പരിശുദ്ധാത്മാവിൽ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാൻ കഴിയണം. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. നാളെ ഇതേ സമയത്ത് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.